നമസ്കാരം. കഴിഞ്ഞ തവണ നടന്ന കർഷക സമരം അത് രാജ്യത്തെ പിടിച്ചുലച്ചത് കുറച്ചൊന്നുമായിരുന്നില്ല. ആദ്യ ദിനങ്ങളിലൊക്കെയും കർഷക സമരത്തിന് രാജ്യം ഒന്നടങ്കമുള്ള ജനങ്ങൾ വലിയ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അതിന് പിന്നിലുള്ള രഹസ്യ അജണ്ടകളും രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റും വെളിവായി വരുന്നത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ മറ്റൊരു പതാക ചെങ്കോട്ടയിൽ പാറുന്ന കാഴ്ചകൾ കണ്ടു. ഇതിനൊക്കെ പിന്നിലുള്ള ഭീകര സംഘടനകളുടെ വിവരങ്ങളടക്കം പാകിസ്ഥാനിൽ നിന്നെത്തിയ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയുണ്ടായി. എന്തായാലും നിലവിൽ മറ്റൊരു കർഷക സമരത്തിന് വേണ്ടി ദില്ലിയിൽ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കവേ വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ കാനഡയും UK-യും മറ്റും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാനി ഭീകരവാദ സംഘടനകൾ നിരന്തരം ഇന്ത്യക്കെതിരെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഇതിൽ മുൻപന്തിയിലുള്ളത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ തലവനായ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ തന്നെയാണ്. പന്നൂൻ പലപ്പോഴും ഇന്ത്യക്കെതിരായ ചില പരാമർശങ്ങൾ നടത്താറുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ അടക്കം രാജ്യത്ത് വലിയ രീതിയിലുള്ള അക്രമ പരമ്പര ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് പോലും പന്നൂന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും നിരന്തരം ഇങ്ങനെ ഭീഷണി മുഴക്കുന്ന ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ കർഷക സമരത്തെ ഉപയോഗിക്കുമോ എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പോലീസ് ഭയപ്പെടുന്നത് ഈ കർഷക സമരത്തിൽ ഒത്തുകൂടുന്നത് ഏകീകൃത സംഘടനകളല്ല, അവർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല, അല്ലെങ്കിൽ ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന സംഘടനകളുമല്ല. അങ്ങനെ പല വഴിക്കൊഴുകുന്ന സംഘടനകൾ ഒന്നിച്ചു കൂടുമ്പോൾ അതിലാരെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ഈ സമരത്തിന്റെ നിറം തന്നെ മാറും. പ്രതിഷേധക്കാർ വാളും വടിവാളും മറ്റും കരുതുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ബാരിക്കേഡുകൾ തകർക്കാൻ ഹൈഡ്രോളിക് മെഷീനുകൾ ഉൾപ്പെടെ ഇവരുടെ ഭാഗത്തുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സമരത്തെ വെടിവെപ്പിലേക്കോ മറ്റോ നീക്കിക്കൊണ്ടു പോകാൻ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ താല്പര്യപ്പെടുക. പക്ഷേ ഇതിനെ ഏറ്റവും സമാധാനപരമായി തന്നെ നേരിടാനാണ് നിലവിൽ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നേ നടക്കുന്ന ചില ഭീകരവാദ സംഘടനകൾ, പ്രത്യേകിച്ചും ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ, ഈ കർഷക സമരത്തെ ഉപയോഗപ്പെടുത്താതിരിക്കാൻ പാവപ്പെട്ട കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മറയാക്കിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഈ ഭീകരവാദ സംഘടനകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സമരത്തിൽ ഭീകരവാദ സംഘടനകൾ ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം നാളെ മാത്രമേ നമുക്ക് ലഭിക്കൂ. എങ്ങനെയായിരിക്കും സമരത്തിന്റെ നിറം മാറുക എന്നൊക്കെ നാളെ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ അനുനയ ചർച്ചകൾ അടക്കം പുരോഗമിക്കുന്നുണ്ട്. ഇത് ഒരു സമവായത്തിൽ എത്തിയില്ല എങ്കിൽ നാളെ രാജ്യം കാണുക മറ്റൊരു കർഷക സമരം തന്നെയാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.